നമസ്കാരം. NSS-SNDP ഐക്യം ഒരു രാഷ്ട്രീയ കെണിയാണെന്ന് തോന്നിയതുകൊണ്ടാണ് പിന്മാറിയതെന്ന് ജി സുകുമാരൻ നായർ. BJP മുന്നണിയിലുള്ള തുഷാർ വെള്ളാപ്പള്ളിയെ ചർച്ചയ്ക്ക് അയക്കാൻ തീരുമാനിച്ചതും തൊട്ടു പിന്നാലെ പത്മഭൂഷൺ പ്രഖ്യാപിച്ചതും തരികിടയാണെന്ന തോന്നലുണ്ടാക്കി. താൻ വിചാരിച്ചിരുന്നുവെങ്കിൽ പത്മഭൂഷൺ നേരത്തെ കിട്ടിയേനെന്നും NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു. എന്നാൽ NSS-നെയും സുകുമാരൻ നായരെയും തള്ളിപ്പറയില്ലെന്നും സുകുമാരൻ നായർ നിസ്വാർത്ഥനും നിഷ്കളങ്കനും മാന്യനുമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നായർ ഈഴവ ഐക്യം പാളിയതെങ്ങനെ? ഈ ചർച്ചയിൽ ശ്രീ ജോർജ് പൊടിപ്പാറ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ശ്രീകുമാർ മനയിൽ, മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, മാധ്യമപ്രവർത്തകൻ ശ്രീ CK വിദ്യാസാഗർ, SNDP യോഗത്തിന്റെ മുൻ പ്രസിഡന്റാണ് അദ്ദേഹം, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ VS ജിതിൻ തേവ് BJP എന്നിവർ. ആദ്യം ശ്രീ ശ്രീകുമാർ മനയിൽ, വളരെ കൃത്യമായി എന്തുകൊണ്ട് സഖ്യമില്ല എന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു തുഷാർ വെള്ളാപ്പള്ളിയെ അയച്ചു. തുഷാർ വെള്ളാപ്പള്ളി BJPയുടെ ഭാഗമായ ഒരു പാർട്ടിയുടെ നേതാവാണ്. അപ്പോൾ അത് ഒരു വശത്ത് നടന്നു. അതിന് തൊട്ടു പിന്നാലെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പോൾ അതിലൊരു കെണി, ഒരു രാഷ്ട്രീയ നീക്കം ഞങ്ങൾ കണ്ടു. അതൊരു തരികിടയാണെന്ന് തോന്നി, അതുകൊണ്ട് പിന്മാറുന്നു എന്നാണ്. BJPയുടെ ഒരു രാഷ്ട്രീയ പ്രൊജക്റ്റിൽ ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ NSSും ജി സുകുമാരൻ നായരും ഈ ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നത്? അഭിലാഷേ, നിങ്ങൾ ആദ്യം ഈ അവസാനം പറഞ്ഞ വരി തന്നെയാണ് അതിൻ്റെ ക്രക്സ് അല്ലെങ്കിൽ ജിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം സംഘപരിവാറിൻ്റെയും BJPയുടെയും ഒരു ഗ്രാൻഡ് ഡിസൈനിൻ്റെ ഭാഗമായിരുന്നു ഈ ചടുതിയിലുള്ള പെട്ടെന്നുള്ള ഈ നായർ ഈഴവ ഐക്യം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ രണ്ട് സമുദായങ്ങളും ഐക്യപ്പെടാൻ വെമ്പി നിൽക്കുമെന്നായിരുന്നില്ല. അതിൻ്റെ അങ്ങനെ ഒരു ഐക്യശ്രമം ഉണ്ടാക്കുന്നതിൽ തന്നെ അതിൻ്റെതായ പ്രോസസ്സിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ നിയമസഭാ ഇലക്ഷന് തൊട്ട് മുമ്പ് ഈ ഒരു ഐക്യ ശ്രമം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഐക്യം എന്ന് കൊട്ടിക്കൊഴിച്ച് വരാൻ എന്താണ് കാരണം എന്നുള്ളത് ശ്രീ സുകുമാരൻ നായർ വാചകങ്ങളിൽ തന്നെ കൃത്യമായിട്ടുണ്ട്. അതൊരു BJPയുടെ ഗ്രാൻഡ് ഡിസൈൻ ആയിരുന്നു. അതിൻ്റെ ഓപ്പറേഷൻ ശരിക്കും നടന്നത് നാഗപ്പൂരിൽ തന്നെയായിരുന്നു. നാഗപ്പൂർ ഓപ്പറേഷനാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ശ്രീ സുകുമാരൻ നായർ ഇതിൽ നിന്ന് പിന്മാറിയത്. കാരണം ഈ ഭൂരിപക്ഷ ഐക്യം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് RSSൻ്റെ അജണ്ടയാണ്. കാരണം മറ്റ് സമുദായങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഭൂരിപക്ഷ ഐക്യം എന്നുള്ളതിനേക്കാൾ പരസ്പരമുള്ള സൗഹൃദം, പരസ്പരം സംസ്കാരം പങ്കിടുന്നതും തമ്മിലുള്ള ബന്ധം അതൊക്കെ സാധാരണ. പക്ഷേ ഭൂരിപക്ഷ ഐക്യം എന്നുള്ള സ്ട്രക്ചർ ഉണ്ടാക്കേണ്ടത് സംഘപരിവാറിൻ്റെയും RSSൻ്റെയും രാഷ്ട്രീയ അജണ്ടയായിരുന്നു. ആ അജണ്ടയെ ഈ വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിച്ച് NSSനെ ഇതിനകത്തേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെട്ടെന്ന് ഒരു തന്ത്രപരമായ നീക്കം നടത്താനാണ് നാഗപ്പൂർ എന്ന് വെച്ചാൽ RSS നേതൃത്വം ശ്രമിച്ചത്. അതും മനസ്സിലാക്കിക്കൊണ്ട്, കാരണം എന്ന് വെച്ചാൽ ഈ RSSുമായിട്ടുള്ള എന്ത് തരം യോജിപ്പും NSSൻ്റെ അടിസ്ഥാനപരമായ ഘടനയെ തകർക്കും എന്നുള്ള കാര്യം തർക്കമില്ല. അതതിൻ്റെ അടിസ്ഥാന ഘടനയെ പഠിച്ചവർക്ക് മനസ്സിലാവും. കാരണം RSS എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഇത്രയും വിമർശനങ്ങൾ വരുന്നത്? അദ്ദേഹം നിരന്തരം ഈ മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരം ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നു. കാരണം വെച്ചാൽ വെറുപ്പിൻ്റെ വാക്കുകൾ നിരന്തരം മുസ്ലിം സമുദായത്തിനെതിരെ അദ്ദേഹം ഉപയോഗിക്കുന്നു. എന്നിട്ട് അദ്ദേഹം SNDP ജനറൽ സെക്രട്ടറി തുടരുന്നു. പക്ഷേ NSSൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബൈലോസ് അതിൻ്റെ സത്യപ്രതിജ്ഞ പ്രകാരം തന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കാനുള്ള അർഹത നഷ്ടപ്പെടും. കാരണം ഞാൻ സമുദായത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അത് മറ്റ് സമുദായങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാതിരിക്കാൻ ഞാൻ പ്രയത്നിക്കും എന്നുള്ള സത്യപ്രതിജ്ഞയാണ് NSSൻ്റെ കരയോഗം സെക്രട്ടറി മുതൽ ജനറൽ സെക്രട്ടറി വരെ എടുക്കുന്നത്. അതോടെ ആ സത്യപ്രതിജ്ഞ ലംഘനമായി തീരുന്നത്. അപ്പോൾ അതുകൊണ്ട് SNDPയുടെ വഴിക്ക് ഇക്കാര്യത്തിൽ NSSന് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ വസ്തുത. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ എന്തിനാണ് ഈ UDFനെയും കോൺഗ്രസിനെയും പരാജയപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ RSSൻ്റെ ഡിസൈനിലേക്ക് ചെന്ന് ചാടി കൊടുക്കേണ്ടത്? ജാഗ്രത, ഒരു സൂക്ഷ്മത NSS കാണിച്ചു. പക്ഷേ BDJS പരീക്ഷണം വഴി SNDP യോഗത്തിന്റെ പ്രവർത്തകരെ ആകെ NDA പാളയത്തിൽ എത്തിക്കുക എന്നുള്ളത് 2016 മുതലുള്ള നീക്കമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അത് ഇനിയും നടക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. ശ്രീ VS ജിതിൻ തേവ്, ഇപ്പോൾ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് 2-3 ദിവസമായിട്ടേ ഉള്ളൂ. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കർപ്പൂരി താക്കൂറിന് ഭാരതരത്നം പ്രഖ്യാപിക്കുന്നു. ബീഹാറിൽ JDU NDAയിലേക്ക് എത്തുന്നു. ചൗധരി ചരൺ സിംഗിന് ഭാരതരത്നം പ്രഖ്യാപിക്കുന്നു. RLD രാഷ്ട്രീയ ലോക്ദൾ ഉത്തർപ്രദേശിൽ NDAയ്ക്ക് ഒപ്പത്തുന്നു. ഇതൊക്കെ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പത്മ പുരസ്കാരമൊക്കെ ഈ നിലയിൽ ഇപ്പോൾ സമ്മാനിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആയിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉള്ള ആളുകളെ കേരളം പോലെ ഒരു സംസ്ഥാനത്തുള്ളത്, പ്രത്യേകിച്ച് സമുദായ നേതാക്കൾ. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ഒറ്റയടിക്ക് വേണമെന്നുള്ള ഒരു അത്യാഗ്രഹമല്ലേ ഇപ്പോൾ ഈ ഐക്യത്തെ കുഴപ്പിച്ചത്? ഇത് കുറച്ചുകൂടി പതുക്കെ മെല്ലെ സുകുമാരൻ നായരുടെ കൺസേൺസ് ഒക്കെ ഉൾക്കൊണ്ടായിരുന്നെങ്കിൽ ഒരു തിരിച്ചടി ഈ വിധത്തിൽ ഉണ്ടാകുമായിരുന്നോ? അഭിലാഷ്,
ഇവിടെ പത്മവിഭൂഷണും പത്മ പുരസ്കാരവും ഒക്കെ ശ്രീ വെള്ളാപ്പള്ളി നടേശന് കൊടുക്കുന്നതിൽ എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം അതിന് അർഹനല്ലേ? അല്ല, അങ്ങനെ പറഞ്ഞില്ലല്ലോ. അർഹനാണ്. ഇപ്പോ ആരെങ്കിലും അനർഹരായിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ സമുദായത്തിന് വേണ്ടി ചെയ്യുന്ന അല്ല. പിന്നെ പത്മ പുരസ്കാരം അല്ലല്ല, ജനുവരി റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്ന് പത്മ പുരസ്കാരം പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ലോ. തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പത്മ പുരസ്കാര പ്രഖ്യാപനം മാറ്റിവെക്കാൻ സാധിക്കുമോ? മമ്മൂട്ടിക്ക് എത്രയോ കാലം മുമ്പ് കൊടുക്കേണ്ടതാണ്, അദ്ദേഹത്തിന് കിട്ടിയില്ലേ? ഇപ്പോൾ അദ്ദേഹത്തിന് ഉത്തരത്തിൽ തെറ്റുണ്ടോ? സഖാവ് വി എസ് അച്യുതാനന്ദന്റെ പേര് പോലും ഇവർ പറഞ്ഞില്ല. എന്നിട്ട് ഇപ്പൊ അത് വാങ്ങരുതെന്ന് പറഞ്ഞിട്ട് രാജ്യവിരുദ്ധമായ നിലപാടെടുക്കണമെന്ന് പറഞ്ഞിട്ട് CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി മറ്റേ അദ്ദേഹം MA ബേബി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് സ്വീകരിക്കാനായിട്ട് ആ അംഗീകാരത്തെ മാനിക്കുന്നു എന്ന് പറഞ്ഞ ആളല്ലേ VS-ന്റെ മകന്. ഇപ്പൊ അത് സ്വീകരിക്കരുത് എന്നാണ് പാർട്ടിയുടെ നിലപാട്. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ സ്വീകരിക്കില്ലായിരുന്നു. ഇങ്ങനെ രാജ്യവിരുദ്ധ നിലപാടല്ലേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് പരമ്പരാഗത നിലപാടല്ലേ. ഭട്ടാചാര്യക്കും ജ്യോതി ബസുവിനും EM ശങ്കരൻ തീരുമാനിച്ചപ്പോ അവർ വാങ്ങിയിട്ടില്ല. ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ VS വാങ്ങില്ലായിരുന്നു. അതൊരു രാഷ്ട്രീയ നിലപാടാണ്. ഇവിടെ ഇപ്പൊ വാങ്ങണോ വേണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തീരുമാനിക്കും. ഇവിടുത്തെ പ്രശ്നം അതല്ല, ഒരു ചൂണ്ടയിടുകയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉദാഹരണങ്ങളല്ലോ, ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ ചൂണ്ടയിട്ടതുപോലെ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇരകളെ പിടിക്കാനുള്ള ഒരു ചൂണ്ടയായി രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരം ആവട്ടെ, അതിനുശേഷമുള്ള രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും സിവിലിയൻ പുരസ്കാരങ്ങളാകട്ടെ മാറ്റേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. 2014 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം നമുക്ക് ഏതൊക്കെ ഘട്ടങ്ങളിൽ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അറിയാലോ. അഭിലാഷേ, ജോർജ് പൊടിപ്പാറ പറഞ്ഞതുപോലെ നാഗ്പൂർ RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണോ ഇത് വിതരണം ചെയ്യുന്നത്? അല്ലല്ലോ, കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യം നൽകുന്ന പുരസ്കാരമല്ലേ? എന്തിനതിനെ നിഷേധിക്കുന്നു? അർഹതപ്പെട്ട ഒരാൾക്ക് ഈ അഭിപ്രായം CPM-ന്റെ നേതൃത്വത്തിനുണ്ടോ? ശ്രീ വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം കൊടുത്തത് തെറ്റാണെന്ന അഭിപ്രായമുണ്ടോ? കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്താണ് ഇതിനകത്ത് പ്രശ്നം എന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഞങ്ങൾക്ക് ഒരു അജണ്ടയും ഇല്ല. ഇവിടെ NSS, SNDP അല്ലെങ്കിൽ മറ്റു സമുദായ സംഘടനകൾ ഐക്യം ഉണ്ടാകണം എന്നുള്ളത് ഈ ഹൈന്ദവ സമൂഹത്തിന്റെ ആഗ്രഹമാണ്. അതിനകത്ത് ജോർജ് പൊടിപ്പാറ ആവേശം കൊണ്ട് പറയുന്നത് ഇതൊന്നും തീരുമാനിക്കുന്ന സ്ഥലമല്ല. സോറി, ശ്രീകുമാർ മരയിൽ, ക്ഷമിക്കണം ജോർജ് പൊടിപ്പാറ, അദ്ദേഹം എന്നോട് ക്ഷമിക്കണം. ശ്രീകുമാർ മരയിൽ, ഞാൻ എനിക്ക് തെറ്റിപ്പോയതാണ്. എനിക്ക് TV വിളില്ലാത്തതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞതിനകത്തൊന്നും അങ്ങനെയുള്ള RSSന് ഇതൊന്നുമല്ല പണി. RSSന് ഇതൊന്നുമല്ല പണി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ തെറ്റായ തരത്തിലുള്ള അഭിപ്രായമാണ് അങ്ങ് പറയുന്നത്. SNDP-യും NSS-ഉം സഹകരിക്കണമെന്ന് അവർ തീരുമാനിച്ചു. മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള മതവർഗീയ സംഘടനകൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിപത്തിനെ ചെറുക്കാൻ ഇത്തരത്തിലുള്ള ഹൈന്ദവ ഐക്യം ഉണ്ടാകണം എന്നുള്ളത് അവരുടെ തീരുമാനമായിരുന്നു. ഏതോ ഒരു ഇൻസിഡന്റിൽ അത് വേണ്ട എന്ന് അവർ തീരുമാനിച്ചു. അത് അവരുടെ നിലപാടാണ്, അവരുടെ തീരുമാനമല്ല. പിന്മാറാനുള്ളതും അവരുടെ തീരുമാനമാണ്. ഈ പത്മ പുരസ്കാരം ഒരു കെണിയാണെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, ജി സുകുമാരൻ നായരാണ്. സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഈ പത്മഭൂഷണൊക്കെ എപ്പോഴേ കിട്ടിയേനെ, പലതും എനിക്ക് കിട്ടിയേനെ. ഞങ്ങൾ അതിലൊന്നും വീഴുന്ന ആളുകളല്ലാത്തതുകൊണ്ടാണ് കിട്ടാത്തത് എന്ന് പറഞ്ഞാൽ BJP-ക്ക് അനുകൂലമായ രാഷ്ട്രീയ സമീപനം സ്വീകരിച്ചിരുന്നുവെങ്കിൽ NSS-നെ കൊണ്ടുപോയി RSS-ന്റെ ആലയിൽ കെട്ടാൻ ജി സുകുമാരൻ നായർ സന്നദ്ധനായിരുന്നെങ്കിൽ എന്നേ കിട്ടിയേനെ പത്മഭൂഷണോ പത്മവിഭൂഷണോ ഒക്കെ. അത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്, പറയുന്നുണ്ട്. NSS ജനറൽ സെക്രട്ടറി വെറും വാക്ക് പറയുന്ന ആളാണോ? അങ്ങനെ അഭിപ്രായം ഉണ്ടോ താങ്കൾക്ക്? ഒരഭിപ്രായവുമില്ല. ഞങ്ങൾക്ക് അനുകൂലമായിട്ടോ ഞങ്ങൾക്ക് പ്രതികൂലമായിട്ടോ അദ്ദേഹത്തിന് പറയാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്. ഞങ്ങൾക്കെതിരെയോ ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളെ വിമർശിക്കാനോ പൂർണ്ണമായ അധികാരമുള്ള ആൾക്കാർ തന്നെയാണ് കേരളത്തിലെ സമുദായ സംഘടനാ നേതാക്കന്മാർ. അതിനകത്തൊന്നും ഞങ്ങൾക്കൊരു എതിരഭിപ്രായമില്ല. ഞങ്ങൾ അവരെ കുലംകുത്തിയെന്നും നികൃഷ്ടജീവിയെന്നും പോപ്പെന്നും വിളിച്ച് കളിയാക്കില്ല. ആ വിമർശനം ഞങ്ങൾക്ക് തിരുത്തേണ്ട വിമർശനങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കും. അല്ലാതെ ഞങ്ങളാരും NSS എന്ന് പറയുന്ന ഏറ്റവും വലിയ നവോത്ഥാന പ്രസ്ഥാനത്തിനെ RSS-ലോ BJP-ലോ കൊണ്ട് കെട്ടാൻ ഞങ്ങൾ ആരും ഉദ്ദേശിച്ചിട്ടില്ല. ആ സമുദായത്തിലുള്ള ധാരാളം ആൾക്കാർ ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്നും ആർക്കും ഒരു തെറ്റില്ല. അവിടെ ആ 5ഓളം വാർഡുകൾ ജയിച്ചത് ഇത്തവണ BJP-യാണ്. അതുകൊണ്ട് NSS-ന് എതിരായിട്ടോ അല്ലെങ്കിൽ NSS SNDP-യോ ഒരു ഹൈന്ദവ ഐക്യത്തിന് മുന്നിട്ടിറങ്ങിയത് RSS-ന്റെ അജണ്ടയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകന്മാരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. കോൺഗ്രസിനെ അധികാരത്തിൽ പിടിക്കുവാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗും ഒക്കെ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ, വർഗീയ നിലപാടുകളെ ഏറ്റുപറയാൻ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ തയ്യാറാകരുത്. ഞാൻ ശ്രീ ജോർജ് പൊടിപ്പാറയുടെ പേര് തെറ്റായി ഉന്നയിച്ചതിൽ അങ്ങോട്ട് ക്ഷമയും ചോദിക്കുന്നു. ശരി, ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഇപ്പോ സംഭവിച്ചത് എന്താണ്? ഹൈന്ദവ ഐക്യം എന്നുള്ളതല്ല, നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറഞ്ഞാൽ മുസ്ലിം
ഒഴികെയുള്ള എല്ലാ സമുദായങ്ങളുടെയും ഏകീകരണം. അതായത് മുസ്ലിം എന്നൊരു ഭീഷണി അവിടെയുണ്ട്, മുസ്ലിങ്ങളെല്ലാം തട്ടിയെടുക്കുന്നു, അവരുടെ ഒരു ഭീഷണി അവിടെയുണ്ട്. അതുകൊണ്ട് ബാക്കി എല്ലാവരും യോജിക്കണം, എന്നിട്ടൊരു പൊളിറ്റിക്കലായ മുന്നണി ആവണം എന്നുള്ളതായിരുന്നു ലാർജ് ഡിസൈൻ, വെള്ളാപ്പള്ളി നടേശന്റെ ലാർജ് ഡിസൈൻ. പക്ഷെ അത് എന്താ പറയുക, ജനിക്കുന്നതിന് മുമ്പ് ഇല്ലാതായി, ചാപിള്ളയായി പോയ ഐക്യം 8 ദിവസം കൊണ്ട് തീർന്നുപോയി. ഈ നസ്രാണി നായാടി ഐക്യം എന്ന് പറയുന്ന സംഗതിയെ അന്നേ ജി സുകുമാരൻ നായർ തള്ളിയതാണ്. ഇതാ ഇപ്പോൾ ഔദ്യോഗികമായി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നില്ല. ഇത് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു സ്വപ്നം മാത്രമായി, ഒരു ആഗ്രഹചിന്ത മാത്രമായി കലാശിക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ബ്രേക്ക് ത്രൂവിനുള്ള BJPയുടെ ശ്രമം പരാജയപ്പെട്ടു പോവുകയാണ്. ശരിയാണ്, അത് യാതൊരു സംശയമില്ല. ജിതൻദേവ് എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മൾ ഈ നടന്ന സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ വെള്ളാപ്പള്ളി മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ സംഭാഷണത്തിന് അയക്കുകയാണ്. തുഷാർ വെള്ളാപ്പള്ളി ആരാണെന്ന് ഇവിടെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. തുഷാർ വെള്ളാപ്പള്ളി NDA എന്ന BJPയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയുടെ നേതാവാണ് കേരളത്തിലെ. ആ നേതാവിനെയാണ് പറഞ്ഞയക്കുന്നത്. എന്താണ് അതിനകത്ത്? ഒരു ഉദ്ദേശവുമില്ലേ, ഒരു ദുരുദ്ദേശവുമില്ലേ? അതിനകത്ത് ദുരുദ്ദേശം മാത്രമേ ഉള്ളൂ. ഇത് സുകുമാരൻ നായർ കണ്ടുപിടിക്കാൻ ഇത്തിരി താമസിച്ചു. അദ്ദേഹം ശരിക്കും ഞാൻ എൻ്റെ മകനെ പോലെ സ്വീകരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അദ്ദേഹം അതിൻ്റെ അപകടം മനസ്സിലാക്കി. ഒരുപക്ഷെ ആ അപകടത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിയത് പിറ്റേന്ന് പത്മശ്രീ പ്രഖ്യാപനം കൂടെ വന്നപ്പോഴാണ്. അവിടെ വന്നപ്പോഴത്തേക്ക് അതും വെള്ളാപ്പള്ളി അദ്ദേഹത്തിന് കിട്ടാഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കില്ല. അല്ല, അദ്ദേഹത്തിന്റെ പോയിന്റ് അതല്ല. അദ്ദേഹത്തിന് കിട്ടാത്തതുകൊണ്ടല്ല വെള്ളാപ്പള്ളിക്ക് അർഹതയില്ല എന്ന വാദവും അദ്ദേഹത്തിനില്ല. പക്ഷെ ഇതൊക്കെ രാഷ്ട്രീയ ചൂണ്ടയായി ഒരു BJP അനുകൂല മുന്നണി ഉണ്ടാക്കാൻ ഞങ്ങളെ കൂടി അതിനകത്തേക്ക് വലിച്ചിടണ്ട, ഞങ്ങൾ അതിനില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അത് നായർ സമൂഹത്തിന്റെ, നായർ സമുദായത്തിന്റെ ഒരു അഭിമാന പ്രശ്നമായിട്ടാണ് സുകുമാരൻ നായർ എടുക്കുന്നത്. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നിരിക്കുമ്പോൾ ഇതുപോലെയുള്ള പിൻവാതിൽ പരിപാടികൾ വേണ്ട. ഇതൊരു തരികട എന്നുള്ള വാക്ക് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഭാഷയിലെ ഒത്തിരി അധകൃതപ്പെട്ട വാക്കാണ്, ഒരു സുഖമില്ലാത്ത വാക്കാണ്. അതൊരു തരികിടയായിട്ടാണ് അദ്ദേഹം കണ്ടത്. ഇത്തരം നീക്കങ്ങൾ, അത് വെള്ളാപ്പള്ളി മകനെ അയച്ചത് മുതൽ അത് അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്ത നടപടി വരെ അതിനകത്ത് സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹം സുകുമാരൻ നായർ പലതും കണ്ടു. അതിൽ ഒട്ടും ശുഭകരമായ കാര്യമായിരുന്നില്ല അദ്ദേഹത്തിന്. ശരി, ജോർജ് പൊടിപ്പാറ ഇന്ന് വളരെ വ്യക്തമായി മാതൃഭൂമിക്ക് കൊടുത്ത അഭിമുഖത്തിലും പിന്നീട് വാർത്താ സമ്മേളനത്തിലും വളരെ കൃത്യമായി സുകുമാരൻ നായർ പറഞ്ഞു വെക്കുന്നത് BJPയുടെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റിന് ഞങ്ങളില്ല. സാമുദായിക ഐക്യം ഉയർന്നു വന്ന സന്ദർഭത്തിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തു. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആണെന്ന് പിന്നീട് മനസ്സിലായി, ഞങ്ങൾ പിന്മാറി, ഞങ്ങൾ അതിനില്ല എന്ന് പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഹിന്ദു മുന്നണി, അതല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഒരു ഭാഗത്ത് നിർത്തി ബാക്കി എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു മുന്നണി എന്ന ആ നറേറ്റീവും ആ പൊളിറ്റിക്കൽ പ്രൊജക്റ്റും ഇല്ലാതാവുകയാണോ, അത് ജനിക്കാതെ പോവുകയാണോ, എന്തു തോന്നുന്നു? തൽക്കാലത്തേക്കെങ്കിലും ആ കുഞ്ഞ് ജനിക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. അത് നമുക്ക് ഉറപ്പിക്കാം. ഭാവിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് അടയരുത് എന്നുള്ള നിലയ്ക്ക് സാധാരണഗതിയിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നതിലേറെ ജാഗ്രതയും കരുതലും മാന്യതയും ഒക്കെ ഉൾക്കൊള്ളിച്ചാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചതും. അദ്ദേഹം വളരെ എന്താ പറയുക, മാന്യതയോടെയാണ് സംസാരിച്ചത്. അദ്ദേഹം എൻ്റെ സഹോദരനെ പോലെയാണ്, അദ്ദേഹം വളരെ മാന്യനാണ്, നിഷ്കളങ്കനാണ്. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ അദ്ദേഹത്തിന് ബോധ്യമാകും ഇത് കാലത്തിൻ്റെ അനിവാര്യതയാണ്, ഇത് കേരളത്തിൻ്റെ അനിവാര്യതയാണ്, അതെന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഒരുപക്ഷെ വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ ഇത്രത്തോളം സംയമനത്തോടെ, ഇത്രത്തോളം മാന്യതയോടെ സംസാരിക്കുന്നത് സമീപകാലത്ത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. ഏതായാലും അദ്ദേഹം വളരെ കരുതലോടെയാണ് സംസാരിച്ചത്. സോ ഫാർ സോ ഗുഡ് എന്ന് തന്നെ പറയാം. ഇതിനകത്ത് എന്താ സംഭവിച്ചത് അഭിലാഷേ? ഇതിനകത്ത് തുടക്കത്തിൽ ഇരുവർക്കും യോജിക്കാവുന്ന മേഖലകളുണ്ടായിരുന്നു. ആ യോജിക്കാവുന്ന മേഖല എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് പ്രധാനമായിട്ടും വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെയും യോജിപ്പിച്ച പൊതുഘടകം എന്ന് പറയുന്നത് ഒരു സതീശൻ വിരോധമാണ്. സതീശൻ അത്രയ്ക്കായോ? അതായത് രണ്ട് പ്രബല സമുദായ സംഘടനകളെ ഒരേ സമയം തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ഇലക്ഷൻ ജയിക്കാം, മതേതരത്വത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ അപ്പോസ്തലനായി ചമയാൻ മാത്രം ഇവൻ എന്ത് വലിപ്പമുണ്ട്, ഇവൻ ആരാണ് എന്നാണ് ഇവർക്ക് തോന്നിയത് ഇരുവർക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന സമുദായ നേതാവിനെയാണ് VD സതീശൻ ആ തിരുവനന്തപുരം പ്രസംഗത്തിൽ ടാർഗറ്റ് ചെയ്തതെങ്കിലും അത് സുകുമാരൻ നായരുടെ ഉള്ളിലുള്ള സതീശ വിരോധം കൊണ്ട് അത് തന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. കുറ്റം പറയാനില്ല. അപ്പോൾ ഇതിൻ്റെ പേരിൽ രണ്ടുപേരും ഒരു പൊതുഘടകമായി മാറി രണ്ടുപേർക്കും ആ പൊതുവിരോധത്തിൽ അവരധികമൊന്നും ആലോചിക്കാതെ തന്നെ പരസ്പരം കൈ കൊടുക്കുക ചെയ്തത്.
സത്യത്തിൽ ആ കൈ കൊടുക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതിയിൽ യഥാർത്ഥത്തിൽ ജി സുകുമാരൻ നായരെ ടാർഗറ്റ് ചെയ്യാതെ വെള്ളാപ്പള്ളി നടേശൻ്റെ സമീപകാലത്തെ വർഗീയ പരാമർശങ്ങളെ പ്രധാനമായും ടാർഗറ്റ് ചെയ്ത് അതിനെ ഒട്ടും അപലപിക്കാതെ 1 മണിക്കൂറിലധികം മുഖ്യമന്ത്രി എന്താ പറയുക കാന്തപുരത്തിൻ്റെ കേരള യാത്രയിൽ സംസാരിച്ചപ്പോൾ അതൊരവസരമായിട്ട് ഉപയോഗിച്ച് മതേതരത്വത്തിന് വേണ്ടിയും അതുപോലെ തന്നെ വർഗീയതയ്ക്കെതിരായും സാമാന്യത്തിലേറെ ശക്തിയോടെ അതിരൂക്ഷമായ ഭാഷയിൽ സതീശൻ അപലപിച്ചു. അതിൽ സത്യത്തിൽ ജി സുകുമാരൻ നായർക്ക് പൊള്ളേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തിട്ടില്ല. എന്നിട്ടും അദ്ദേഹം അത് ഏറ്റെടുത്ത് വെള്ളാപ്പള്ളി നടേശന് കൈ കൊടുക്കുകയാണ് ചെയ്തത്. ആ കൊടുത്ത സമയത്ത് അദ്ദേഹത്തിനെ ഭരിച്ചത് ഒരേ ഒരു വികാരം മാത്രമാണ്, സതീശനോടുള്ള വിരോധം മാത്രമാണ്. അല്ല, അത് പുതിയ കാര്യമല്ലല്ലോ, നേരത്തെ ഉള്ള കാര്യമല്ലേ ശ്രീ പുലിപ്പാറ. സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങരുത് രാഷ്ട്രീയക്കാർ എന്ന പഴയ സതീശന്റെ പരാമർശം വലിയ തോതിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അത് മുമ്പേ ഉള്ള പ്രശ്നമാണ് സുകുമാരൻ നായരും സതീശനും തമ്മിലുള്ളത്. അഭിലാഷേ, അതെ പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അത് കുറേ മുമ്പാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് വെള്ളാപ്പള്ളിയെ ഞാൻ വിചാരിക്കുന്നത് ഇവർ തമ്മിൽ മുമ്പേ ഒരു സംസാരമൊക്കെ ഉണ്ടാവണം. അല്ലാതെ ആ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ ഉടനെ തന്നെ രണ്ടുപേരും കൈ കൊടുക്കാൻ സാധ്യതയില്ല. മുമ്പേ എന്തെങ്കിലുമൊക്കെ ചർച്ചകളോ അല്ലെങ്കിൽ ഫോണിൽ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഏതായാലും രണ്ടുപേരും കൈ കൊടുക്കുന്നു. കൈ കൊടുത്തതിന് ശേഷം ഈ 8ാം ദിവസം വരെ ഈ സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളൊന്നും ഈ ഐക്യ നീക്കത്തിന് എതിരായിരുന്നില്ല. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ മധ്യസ്ഥനായിട്ട് തുഷാർ വെള്ളാപ്പള്ളിയെ അയക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും മകനെ പോലെ സഹോദരനെ പോലെ സ്വീകരിക്കും എന്ന് പറഞ്ഞ ആ സുകുമാരൻ നായർ 8ാം ദിനത്തിൽ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിൻ്റെ പിന്നിലുള്ള അപകടം എന്താ? ആ അപകടം എന്ന് പറയുന്നത് ഇതൊരു വലിയ മാസ്റ്റർ പ്ലാനാണ്, ഒരു വലിയ ഡിസൈനാണ്, ഗ്രാൻഡ് ഡിസൈനാണ് അരങ്ങേറുന്നതെന്ന വിവരമുള്ള ആരൊക്കെയോ സുകുമാരൻ നായരെ ധരിപ്പിച്ചു. നിങ്ങൾ ഒരിക്കലും വർഗീയതയുടെ ചട്ടുകമായിട്ടില്ല. നിങ്ങൾ സമുദായത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. UDFനെ സമദൂരം എന്ന് പറയുമ്പോഴും ശരിദൂരമായിട്ട് UDFനെ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ BJPയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി നിങ്ങളുടെ സംഘടനയെ കെട്ടിയിട്ടില്ല. ഈവൺ നാമജപ ഘോഷയാത്രയുടെ യുവതീ പ്രവേശനത്തിനെതിരെയുള്ള സമരത്തിൽ പോലും അതിനെ ഹൈജാക്ക് ചെയ്യാൻ ചിലരൊക്കെ ശ്രമിച്ചപ്പോൾ പോലും അതിന് വശംവദനാകാതെ നിങ്ങൾ സ്വന്തം നിലയ്ക്ക് സമരമുഖം തുറന്ന് അതിൻ്റെ ചാമ്പ്യനായി മാറിയ നിങ്ങൾ എന്തിനാണ് ഈ ഘട്ടത്തിൽ ഈ ഗ്രാൻഡ് ഡിസൈനിൽ തലവെച്ച് കൊടുക്കുന്നത്? സത്യമല്ലേ? ഈ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയുടെ മകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, അദ്ദേഹത്തെ BDJSന്റെ അധ്യക്ഷനായിട്ട് കൂടി കാണണം. അപ്പോൾ അദ്ദേഹത്തെ മധ്യസ്ഥ ചർച്ചയ്ക്ക് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു രാഷ്ട്രീയ മണത്തു ഒരുപക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യുമെങ്കിലും വലിയ ഭാവിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. അത് ഒരുപക്ഷെ BJPക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഈ ഡിസൈൻ മാറും ഇന്നല്ലെങ്കിൽ നാളെ എന്ന് മനസ്സിലാക്കാൻ പ്രായോഗിക ബുദ്ധിയുള്ള സുകുമാരൻ മനസ്സിലായി. അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അല്ലാതെ ഡയറക്ടർ ബോർഡിലെ എതിർപ്പൊന്നും അല്ല. തീർച്ചയായിട്ടും ഉറപ്പാണ്. ഞാനാണ് ഡയറക്ടർ ബോർഡിൽ ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ വെച്ചത്, ശേഷിയില്ല. എല്ലാവരും അത് എടുക്കുക, എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു. വന്ന വിവേകം എന്നേ പറയാവൂ. തീർച്ചയായും. ശ്രീ ജിൻഡോ ജോൺ, ശരി. അതിനിടയ്ക്കാണ് കൂനുമേൽ കുരു പോലെ പത്മഭൂഷണം വന്നത്. ഈ പത്മവിഭൂഷൺ ബഹുമതിയും കൂടെ കിട്ടിയപ്പോൾ അപ്പോൾ അത് BJPയുടെ അജണ്ടയാണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായി ബോധ്യമായി. സത്യം. ശ്രീ ജിൻഡോ ജോൺ, ചരിത്രത്തിൽ തന്നെ NSSും SNDPയും കോൺഗ്രസുമായി പല ഘട്ടങ്ങളിൽ ചേർന്ന് നിന്നിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ NDPയും SRPയും കോൺഗ്രസ് പക്ഷത്തായിരുന്നു. ചില ഘട്ടങ്ങളിൽ അവർ കോൺഗ്രസിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഹിന്ദു മഹാമണ്ഡലം സ്റ്റേറ്റ് കോൺഗ്രസിനെതിരെ, ക്രൈസ്തവ ലോബിക്കെതിരെയായിരുന്നു. പിന്നീട് R ശങ്കർ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു. മന്നം കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ഇടയ്ക്ക് പിന്നെയും മന്നം കോൺഗ്രസിനെ പുറത്ത് കേരള കോൺഗ്രസ് ഉണ്ടാക്കാൻ പോയെങ്കിലും 2 കൊല്ലം കൊണ്ട് തിരിച്ചു വന്നു. ഇങ്ങനെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏത് കാലത്തും കോൺഗ്രസുമായിട്ട് ഇടയുകയോ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വേറൊരു പാർട്ടിയുടെ ചട്ടുകമോ വേറൊരു പാർട്ടിയുടെ ശക്തി സ്രോതസ്സോ ആയിട്ടില്ല ഈ സംഘടനകൾ എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുകയാണ് 2015-16 മുതൽ BDJS എന്നൊരു പുതിയ പാർട്ടി വരികയും സംഘപരിവാർ SNDPയിലേക്ക് ഒരു പാലമിടുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഹൈന്ദവ ഐക്യം എന്ന സ്വപ്നം നിറവേറുന്നില്ല ഈ 2026 എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റേത് പാർട്ടിയെക്കാളും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു ആശ്വാസത്തിന്, ഒരു ദീർഘനിശ്വാസത്തിന് വക നൽകുന്നുണ്ടോ? അഭിലാഷ, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ല, കേരളത്തിലെ മതേതര കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെയാണ് പരിശോധിക്കപ്പെടേണ്ടത്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഹൈന്ദവ ഐക്യം വേണമെന്ന് ആർക്കാ നിർബന്ധം? ഇവിടെ സമുദായ സംഘടനകൾ ഐക്യപ്പെടാത്തത് കൊണ്ടാണോ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നത്? സമുദായ സംഘടനകൾ ഐക്യപ്പെടാത്തത് കൊണ്ടാണോ ഇവിടെ തൊഴിലില്ലായ്മയ്ക്കെതിരെ ഒരു പോരാട്ടം നടക്കാത്തത്? സമുദായ സംഘടനകൾ ഐക്യപ്പെടുന്നത്
ഏതൊക്കെ വിഷയത്തിന് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയാണ് ഐക്യപ്പെടുന്നത്, ആർക്കെതിരെയാണ് ഐക്യപ്പെടുന്നത്, എന്താണ് ഈ ഐക്യത്തിന്റെ അജണ്ട എന്നുള്ളതാണ് ഇതിലൊരു രാഷ്ട്രീയ ചോദ്യം. സമുദായ നേതാക്കന്മാർ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സമുദായ സംഘടനകൾ പല കാലഘട്ടങ്ങളിലും കോൺഗ്രസിനും UDF-നും എതിരായിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ടും പരസ്യവും രഹസ്യമായും ഒക്കെ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് അവരുടെ ചോയ്സാണ്, അവർക്ക് അത് എടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഓരോ സമുദായ സംഘടനയും സ്വന്തം സമുദായത്തിൽ പെടുന്ന സമുദായങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ സമുദായ നേതാക്കന്മാർ സമുദായത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനം എന്നുള്ള വ്യാജേന മറ്റ് സമുദായങ്ങളെ ആക്ഷേപിക്കുകയും അപരമത വിദ്വേഷത്തിന് വേണ്ടിയിട്ട് ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അത് വർഗീയതയാണെന്ന് പറയേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അത് കൃത്യമായിട്ട് പ്രതിപക്ഷം കോൺഗ്രസ് പറയുന്നു, അത്രയേ ഉള്ളൂ. അതിൽ ഏതെങ്കിലും നേതാക്കന്മാർ, സമുദായ നേതാക്കന്മാർ പ്രത്യേകം വികാരം കൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ആക്രമിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അഭിലാഷേ, ഇപ്പോൾ ഈ സമുദായ സംഘടനകൾ ഐക്യപ്പെടുന്നത് അവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഐക്യപ്പെടട്ടെ. അവർ ഐക്യപ്പെടുന്നത് മുസ്ലിം ലീഗിനും മുസ്ലിമിനും എതിരായിട്ടാണെങ്കിൽ അത് എന്ത് തരം ഐക്യമാണ്? അതൊരു വർഗീയ ധ്രുവീകരണ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ കേരളം ഭരിക്കുന്ന സർക്കാരിന് അനുഗുണമായിട്ട് ഭരണവിരുദ്ധ വികാരത്തിൽ നിൽക്കുന്ന മനുഷ്യരെ പല കള്ളികളിലാക്കി ഭിന്നിപ്പിച്ച് സർക്കാരിന് തുടർഭരണം കൊടുക്കാൻ വേണ്ടിയിട്ടും അതേസമയം കേന്ദ്രത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന്റെ മകനായിട്ട് കൂടി BDJS-ന്റെ നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ സന്ധി സംഭാഷണത്തിന് വിടുന്നത്. അപ്പോൾ അത് സെൻസ് ചെയ്യാൻ സുകുമാരൻ നായർക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. 55% വരുന്ന കേരളത്തിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, 18% വരുന്ന ക്രൈസ്തവർ, ഇവരെല്ലാവരും കൂടി ചേർന്ന് നായാടി മുതൽ നസ്രാണി വരെ ഐക്യപ്പെട്ട് ആർക്കെതിരെയാണ് പോരാടേണ്ടത്? വെള്ളാപ്പള്ളി നടേശൻ പോരാടാൻ പറയുന്നത് മുസ്ലിം ലീഗിനെതിരെ. ഈ മുസ്ലിം ലീഗിന് എന്താ പ്രശ്നം? അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ മുസ്ലിം എന്നുള്ളൊരു പേരുള്ളത് കൊണ്ടാണ് ഈ പോരാട്ടം നടത്തുന്നത്. അപ്പോൾ 55% വരുന്ന ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകളും 10-18%-ലധികം വരുന്ന ക്രൈസ്തവരും ചേർന്ന് 25% വരുന്ന മുസ്ലിംകൾക്കെതിരെ പോരാടിയാൽ കേരളത്തിലെ സമസ്ത പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമോ? ഇവിടുത്തെ തൊഴിലില്ലായ്മയ്ക്ക്, വിലക്കയറ്റത്തിന്, തെരുവ് നായയുടെ അക്രമത്തിന്, ആശുപത്രികൾ ഇടിഞ്ഞു വീണ് മനുഷ്യർ മരിക്കുന്നത്, അപ്പോൾ ഏത് മേഖലയെടുത്താലും ഇതിന് പരിഹാരമാകുന്നത് സമുദായ സംഘടനകൾ ഐക്യപ്പെട്ട് വർഗീയ ധ്രുവീകരണം നടത്തുന്നതിലൂടെയല്ല. അപ്പൊ ഈ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനം അത് കൃത്യമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ NSS നേതൃത്വം അത് തിരുത്തി. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇവിടെ ജിതിൻ ദേവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റേ പത്മവിഭൂഷണ് ആളുകളെ സെലക്ട് ചെയ്യുന്നത് രാഷ്ട്രീയം വെച്ചല്ലെന്ന്. ഞാൻ അതിനൊന്നും കണ്ടിക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്, അത് കൊടുത്തോട്ടെ, അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഒരു കാര്യം ചോദിക്കാം, ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുഗുണമല്ലാത്ത രീതിയിൽ കുറ്റം ചെയ്തതിന്റെ പേരിൽ 124 തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ, ആത്മഹത്യ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരാൾ, അക്രമ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാൾ, ക്രിമിനൽ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാൾക്ക് പത്മവിഭൂഷൺ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയിൽ പോലും ഇല്ലാത്ത ഒരാൾക്ക് പത്മവിഭൂഷൺ കൊടുക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ചില ധ്രുവീകരണ താല്പര്യമാണെന്ന് ആളുകൾ സംശയിക്കും. അതിന് നിങ്ങൾക്ക് എന്താ മറുപടി? ഇപ്പൊ സുകുമാരൻ നായർ തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പത്മവിഭൂഷൺ കൊടുത്തത് അത് ചില കെണിയാണെന്ന്. BJP ആ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? സുകുമാരൻ നായർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? BJP-യുടെ ഒഫീഷ്യൽ അഭിപ്രായം എന്താണ്? ശരി, ഓക്കെ. പക്ഷെ CK വിദ്യാസാഗർ, വെള്ളാപ്പള്ളി നടേശന്റെ പ്രൊജക്ട് ഹിന്ദുത്വ എങ്ങനെയാണ് പൊളിഞ്ഞു പോയത്? ആദ്യത്തെ ദിവസം നമ്മൾ സുകുമാരൻ നായരുടെ വാക്കുകൾ കേട്ടതാണ്. തുഷാറിനെ ഞാനൊരു മകനെ പോലെ ഇവിടെ പെരുന്നയിൽ സ്വീകരിക്കുമെന്നാണ് അന്ന് സുകുമാരൻ നായർ പറഞ്ഞത്. പക്ഷേ 8ാമത്തെ ദിവസം ഇതൊരു BJP-യുടെ കെണിയാണെന്ന് അദ്ദേഹം പറയുന്നു. എന്തായിരിക്കും ഇതിനിടയിൽ 8 ദിവസം എന്ത് സംഭവിച്ചു കാണും? എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ വിലയിരുത്താനല്ലാതെ എന്ത് സംഭവിച്ചു എന്ന് കൃത്യം നമുക്കറിയില്ല. പക്ഷേ എൻ്റെ അറിവിൽ പറ്റിടത്തോളം അത് ഈ NSS-ൻ്റെ ഡയറക്ടർ ബോർഡിൽ അത്യാവശ്യം കാര്യവിവരമുള്ള മനുഷ്യന്മാരാരൊക്കെയോ ഇതിൻ്റെ അപകടം ചൂണ്ടിക്കാണിച്ച് ശക്തമായിട്ട് അതിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഹിഡൻ അജണ്ടകൾ പലതുമുണ്ട്. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം മകൻ്റെ പാർട്ടിക്ക് ഒരു ബലം കൊടുക്കാനായിട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും അത് ക്ലച്ച് പിടിച്ചിട്ടില്ല. ഒരേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രകടനം വളരെ ശോചനീയമായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ ഈ കേരളം മുഴുവനും ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് പൊടി പറപ്പിച്ച് പതാകയൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്ത് ഉണ്ടാക്കിയ പ്രസ്ഥാനം ഇങ്ങനെ ചാപിള്ളയായിട്ട് പോകുന്നല്ലോ എന്നുള്ള ഒരു ദുഃഖം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ BJP-യെ ഒന്ന് സഹായിച്ചു നിന്നാൽ ഇത്തവണ ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു
ഒരു ഉത്കണ്ഠ എല്ലാവർക്കും ഉണ്ടല്ലോ, ആര് ഭരിക്കും എന്നുള്ളത് സംബന്ധിച്ച്. അപ്പം BJPക്ക് വേണ്ടിയിട്ട് ഒരു കൈ ചെയ്താൽ, ഇൻഡയറക്റ്റായിട്ട് ചെയ്താൽ, ഒരു പക്ഷേ ഈ അദ്ദേഹം ഭയപ്പെടുന്ന പല വ്യക്തികളും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പല വ്യക്തികളും അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമാണ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വന്നാൽ ഇന്ന് അദ്ദേഹത്തിന് LDF ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുന്ന ഈ സംരക്ഷണം, ഈ ഇവിടെ സൂചിപ്പിച്ച ഈ സെഞ്ചുറി കടന്നിരിക്കുന്ന ക്രിമിനൽ കേസുകളും അതുപോലുള്ള മറ്റു പല സംഗതികളും സംബന്ധിച്ച് കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് അദ്ദേഹത്തിന് ഓടി നടക്കാനേ പിന്നെ നേരം കാണുള്ളൂ. അതൊക്കെ പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസം കൊണ്ട് മാറുന്ന കാര്യമല്ലേ? നമ്മൾ 2016 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കണ്ടില്ലേ, VS അച്യുതാനന്ദൻ നടേശ പണം വെക്ക്, കണക്ക് വെക്കുന്ന മേശയിലടിച്ചു പറയുന്നതും, നടേശോ അഴിമതി കുറ്റത്തിന് തൂക്കുകയറില്ല എന്നൊക്കെ പ്രസംഗിക്കുന്നത് കണ്ടല്ലേ 2016. ആ 2016 തെരഞ്ഞെടുപ്പ് ജയിച്ചാണ് ഇടതു മുന്നണി അധികാരത്തിൽ വന്നത്. എന്നിട്ട് വല്ല കേസും ഇവിടെ മുന്നോട്ട് പോയോ? ഇല്ല. പെട്ടെന്ന് ഭായി ആയില്ലേ LDFും വെള്ളാപ്പള്ളി നടേശനും. അവിടെ UDF അധികാരത്തിൽ വന്നാലും കാര്യങ്ങൾ മാറാൻ 1-2 ദിവസം പോരെ? അതെ, അത്ര എളുപ്പമല്ല. കാരണം അതിനകത്തെ പല നേതാക്കളും, എനിക്ക് തോന്നുന്നു അതിനകത്തെ പല നേതാക്കളെയും അത്ര എളുപ്പത്തിൽ അനുരഞ്ജനപ്പെടാനോ അത്ര എളുപ്പത്തിൽ വളച്ചെടുക്കാനോ ഒന്നും കഴിയുന്നവരല്ല എന്ന് വെള്ളാപ്പള്ളി നടേശന് നല്ല ബോധ്യമുണ്ട്. അവരിൽ പലരും ഇതിൻ്റെ നേതൃസ്ഥാനത്ത് താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ വന്നുപെടും എന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. അങ്ങനെയുള്ളവരൊക്കെ അവിടെ വന്നുപെട്ടാൽ ഒരു പക്ഷേ ഈ ഗെയിം ഇപ്പം കൊണ്ടുനടക്കുന്ന ഈ ടാക്ടിക്സ് അത് വേണ്ടത്ര വിജയിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. പിന്നെ അത് തന്നെയല്ല, കാലം ഏത് കാര്യവും ഈ പരവതാനിക്ക് അടിയിൽ മൂടി വെക്കുന്നതിന് ഒരു കുറേ കാലമൊക്കെ ഉണ്ടല്ലോ. അത് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇതൊക്കെ മറനീക്കി പുറത്തു വരില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരു ഗവൺമെൻറ്റിനും അങ്ങനെ സംരക്ഷണം കൊടുക്കാൻ കഴിയത്തില്ല. ഇന്ന് LDF അദ്ദേഹത്തിന് കൊടുത്തിട്ടിരിക്കുന്നത് പോലുള്ള സംരക്ഷണം അന്ന് കിട്ടും എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. ഇപ്പം നല്ല ഭായി ആയിട്ട് പോകുന്നുണ്ടല്ലോ. എത്ര കാലമായി VS അച്യുതാനന്ദൻ കൊടുത്ത കേസ്? ആ VS അച്യുതാനന്ദൻ കൊടുത്ത കേസിൽ ഇവിടെ ഇന്നേ കാലമായിട്ടും ഒരു കുറ്റപത്രം കോടതിയിലെത്തുന്നില്ല. എന്താണ് എത്താത്തത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്, കോടതികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഓരോരോ തടസ്സവാദം പറഞ്ഞുകൊണ്ട് അത് നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തു വേണ്ടി? അതുകൊണ്ട് VS അച്യുതാനന്ദൻ വാദിയായിട്ടുള്ള കേസിൽ അദ്ദേഹത്തിന് ഒരു പത്മഭൂഷൺ, ആ കേസിൽ പ്രതിയായിട്ടുള്ള ആൾക്ക് അതിലും വലിയൊരു ഭൂഷൺ. ഇങ്ങനെ വാദിക്കും പ്രതിക്കും വളരെ വിചിത്രമാണ്. ഓരോ ഭൂഷൺ വീതം കൊടുത്ത കേന്ദ്ര സർക്കാർ മാതൃകയായി എന്ന് നമുക്ക് ഒറ്റ വാചകത്തിൽ പറയാം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീകുമാർ മനയിൽ, ഇന്നത്തെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങളുടെ ചോര ഒന്നാണ്, ഇപ്പോൾ എന്തെങ്കിലും ആവട്ടെ, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഹിന്ദു ഐക്യം സംഭവിക്കുക തന്നെ ചെയ്യും എന്ന പോസിറ്റീവ് നോട്ടിലാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗം അവസാനിപ്പിച്ചത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം സുകുമാരൻ നായരെ ഒരു തരത്തിലും തള്ളിപ്പറയുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് പ്രതികരിക്കാൻ ശക്തിയും ചങ്കുറപ്പും നൽകിയത് സുകുമാരൻ നായരാണ് എന്ന് വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞു വെച്ചു. അദ്ദേഹം നിഷ്കളങ്കനും നിസ്വാർത്ഥനും മാന്യനുമായ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഒരു കാരണവശാലും നമ്മൾ തള്ളിപ്പറയുകയോ വിമർശിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന്റെ അനുയായികളോട് അദ്ദേഹം ആഹ്വാനവും കൂടി ചെയ്തു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത സ്റ്റെപ്പിൽ ആ ഐക്യം സംഭവിക്കുമെന്ന്. അഭിലാഷ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് അഭിലാഷ് പൂർത്തിയാക്കാൻ സമയമുണ്ടായില്ലായിരിക്കാം. ഞാൻ അതൊന്നുകൂടെ പറയാം. ഈ NSS SNDP ഐക്യം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ഡിസൈൻ അല്ല, അത് RSSൻ്റെ ഡിസൈനാണ്. അപ്പോൾ RSS നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ വെള്ളാപ്പള്ളിക്ക് പ്രതികരിക്കാൻ കഴിയൂ. സുകുമാരൻ നായർക്കെതിരെ ഒരക്ഷരം മിണ്ടരുത് ഇക്കാര്യത്തിൽ എന്നുള്ള നിർദ്ദേശം ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സുകുമാരൻ നായർക്കെതിരെ ഒരു അക്ഷരം ഉണ്ടായിരുന്നത്. അതല്ലെങ്കിൽ NSSൻ്റെ ആസ്ഥാനത്തിന് മുന്നിൽ പ്രകടനം നടത്തി മറ്റേ പന്തം കത്തിച്ച് അതിനപ്പുറത്തേക്ക് എറിഞ്ഞ ആളുകൾ ആ ഒരു സംഭവം വരെ പണ്ട് SNDPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ പല സംഭവങ്ങളും ഇപ്പോൾ കൃത്യമായിട്ട് വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിക്കുന്നത് നിങ്ങൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞ നിങ്ങൾ എഴുതി വെച്ചോ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ BJP ഉപയോഗിക്കുന്നത്, RSS ഉപയോഗിക്കുന്നത് 2026 ഇവിടെ UDF ഭരണം വരാതിരിക്കാനാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം 2026 ഇവിടെ വരരുത്. അത് വെള്ളാപ്പള്ളി നടേശനേക്കാൾ ആവശ്യമുള്ളത് RSSനും BJPക്കുമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒരു സംസ്ഥാനം കൂടെ കൂടുതൽ ലഭിക്കുന്നു എന്നുള്ളത് ആ പാർട്ടിക്ക് ദേശീയ തലത്തിൽ ഉണ്ടാക്കുന്ന ആ ചൈതന്യവും ഊർജ്ജവും എന്താണെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ലെങ്കിലും മോഡിക്ക് നന്നായിട്ട് അറിയാം, അമിത്ഷായ്ക്ക് നന്നായിട്ട് അറിയാം.
അതുകൊണ്ടാണ് അവർ ശ്രമിക്കുന്നത്. അത് എന്ത് വില കൊടുത്തും പിണറായിയൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു ഗുണഭോക്താവ് മാത്രമാണ്. അടിസ്ഥാനപരമായിട്ട് ഇവിടെ ഈ നമ്മൾ ഈ പറയുന്ന ഇവിടുത്തെ ഒരു കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഒന്നുമല്ല ഇതിന്റെ പിന്നിലെ വിഷയം. പക്ഷേ കൊണ്ട് അവസ്ഥയിൽ കൊണ്ടുവന്ന അതൊന്നുമല്ല. അതൊക്കെ ഐക്യം പരാജയപ്പെട്ടിരിക്കാം. പക്ഷേ വി ഡി സതീശനോടുള്ള NSSന്റെ സമീപനത്തിൽ ഒരു മാറ്റവുമില്ല. ഇന്ന് മാതൃഭൂമിക്ക് കൊടുത്ത അഭിമുഖത്തിൽ വി ഡി സതീശനെ കുറിച്ച് എന്താ സുകുമാരൻ നായർ പറയുന്നത്? വി ഡി സതീശൻ കാണിക്കുന്നത് മുഴുവൻ വർഗീയതയാണ്. നാട് നീളെ നടന്ന് വി ഡി സതീശൻ കാണിക്കുന്നത് മുഴുവൻ വർഗീയതയാണ്. വി ഡി സതീശൻ വർഗീയവാദിയാണെന്നാണ് ഈ ഐക്യം തകർന്നാലും ഇല്ലെങ്കിലും സുകുമാരൻ നായരുടെ അഭിപ്രായം ഇന്നും അങ്ങനെ തന്നെയാണ്. അല്ല അഭിലാഷ്, ഈ സുകുമാരൻ നായരല്ലേ തന്നെയല്ലേ പറഞ്ഞത് വി ഡി സതീശൻ 1 മണിക്കൂർ തന്റെ മുന്നിൽ വന്നിരുന്നു എന്ന് പറഞ്ഞത്? സുകുമാരൻ നായർ തന്നെയല്ലേ പറഞ്ഞു 1 മണിക്കൂർ എന്റെ മുന്നിൽ വന്നിരുന്നു സഹായിക്കണം എന്ന് പറഞ്ഞത്? സുകുമാരൻ നായർ തന്നെയല്ലേ പറഞ്ഞത്? ഇത് തന്നെ അദ്ദേഹം തന്നെ അതല്ല ഞാൻ പറയുന്നത് എന്താണ്, ഈ സുകുമാരൻ നായർ തന്നെ പറയുന്നത് വി ഡി സതീശൻ എന്റെ മുന്നിൽ വന്നിരുന്നു എന്നുള്ളത്. അപ്പൊ പിന്നെ ഇത് റദ്ദായി പോയില്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം? വീട്ടിൽ പോയിരുന്നത് 2021 അതാണ് തിണ്ടനിറങ്ങി എന്നൊക്കെ പറഞ്ഞത് 2021. ഇപ്പൊ പറയുന്നു, അതായത് മറ്റ് സാമുദായിക സംഘടനകളുടെ വേദികളിൽ സംസാരിക്കുന്നതിനെ കുറിച്ചോ മറ്റോ ആവാം. എന്തായാലും വി ഡി സതീശൻ പറയുന്നത് വർഗീയതയാണെന്നുള്ളത് ഇപ്പോഴത്തെ അഭിപ്രായം. മറ്റേത് 2021 കാര്യം. അഭിലാഷ, ഇത് ഈ വി ഡി സതീശൻ ഈ പറയുന്ന കാന്തപുരത്തിന്റെ വേദിയിൽ സംസാരിച്ചത് സുകുമാരൻ നായരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല എന്ന് സുകുമാരൻ നായർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതിൽ അദ്ദേഹം ചാടിക്കയറി പിടിക്കുകയുമില്ല. ഈ വി ഡി സതീശൻ തന്നെ കാണാൻ വന്നു എന്നുള്ളത് സുകുമാരൻ നായർ പറയുമ്പോൾ തന്നെ നേരത്തെ കാര്യങ്ങൾ റദ്ദായി കഴിഞ്ഞു. പിന്നെ എന്താണ് നിങ്ങൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വളച്ചൊടിച്ചിട്ട് വേറെ സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചേക്കാളും വലിയ അപകടമായിരുന്നു. ഈ അപകടത്തെ തിരിച്ചറിയാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ മറ്റേ നമ്മൾ ഈ പറയുന്നില്ല, ഈ ട്രെയിൻ വന്നത് കാണാതെ കാറ് വന്നിടിക്കുമെന്ന് പേടിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് ഇപ്പം നിങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കാൻ പോകുന്ന അപകടം എന്ന് പറയുന്നത് 2024 കോൺഗ്രസിനെ ഭരണത്തിൽ കൊണ്ടുവരാതിരിക്കുക എന്നുള്ള RSSന്റെ അജണ്ട തന്നെയാണത്. ആ അജണ്ടയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്. പിണറായി വിജയനും അതാണ് ഇതിൻ്റെ അതെന്തുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്, എന്തുകൊണ്ട് സുകുമാരൻ നായർ അതിൽ നിന്ന് പിന്മാറിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുകൊണ്ട് പിന്മാറി എന്ന് വച്ചാൽ SNDP ഓൾറെഡി ഇപ്പോൾ RSSന്റെ കയ്യിലായി കഴിഞ്ഞു. ഇനി NSS കൂടെ RSSന്റെ കയ്യിലായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയാമോ? ഇതിന്റെ സ്വതന്ത്രമായ അസ്തിത്വം നഷ്ടപ്പെടും. അതിനെ തലവെച്ച് ഓടിക്കാൻ സുകുമാരനാർക്ക് പറ്റില്ല എന്ന് അദ്ദേഹം അടുപ്പക്കാരനെ മുഴുവൻ പറഞ്ഞു. അല്ലാതെ കോൺഗ്രസിൽ എന്തെങ്കിലും വിഷയങ്ങളെ അല്ല, അതിനെ വളച്ചൊടിച്ചിട്ട് ആ അവസ്ഥയ്ക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. വെറുതെ പാവം വി ഡി സതീശൻ തല്ലേക്കൊന്നും ഒന്നും വെക്കണ്ട. ഇത് യഥാർത്ഥത്തിൽ RSSന്റെ ഡിസൈനാണ്. അതിന് RSSന്റെ ഡിസൈനെ സുകുമാരൻ നായർ പ്രതിരോധിച്ചതാണ് നിങ്ങൾ കണ്ടത്. ആ അർത്ഥത്തിൽ അതിന് എടുത്താൽ മാത്രമേ സമ്പൂർണ്ണമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ കഴിയൂ. ശരി ആ തരത്തിൽ ഇതിലൊരു സ്ട്രാറ്റജിക് എറർ സംഭവിച്ചോ BJP യെ സംബന്ധിച്ച്? ഇതിലൊരു ഗ്രാൻഡ് പൊളിറ്റിക്കൽ ഡിസൈൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ഇത് ഐക്യം എന്ന് പറയുന്ന സംഗതി പബ്ലിക്കായി പൊട്ടിത്തകർന്നു പോകുന്ന വിധത്തിൽ, വിസിബിൾ ആവുന്ന വിധത്തിൽ 8 ദിവസം കൊണ്ട് സംഭവിച്ചു. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ പറഞ്ഞ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ ഫലപ്രദമായി നടപ്പാക്കാറുള്ള ഒരു പാർട്ടിയാണ് BJP. അതിനുള്ള തലച്ചോറുമുണ്ട്. പക്ഷെ കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ അത് പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോവുകയാണോ? അഭിലാഷേ, എനിക്ക് നിങ്ങൾ സമയം തരണം. കാരണം നിങ്ങൾ 5-6 പേർക്കാണ് ഞാൻ മറുപടി പറയേണ്ടുന്നത്. അതിനു മുമ്പ് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ശ്രീ ജോർജ് പൊടിപ്പാറയുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. എവിടെ പോയിട്ടാണ് ശ്രീ വി ഡി സതീശൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗത്തിൻ്റെ ബഹുമാനായിട്ടുള്ള ജനറൽ സെക്രട്ടറിയെ വിമർശിച്ചത്? കാന്തപുരത്തിൻ്റെ മറ്റൊരു സമുദായ നേതാവിൻ്റെ വേദിയിൽ പോയിട്ട് മുഖ്യമന്ത്രി കാറിൽ കയറ്റിയ ഇൻസിഡന്റ് എടുത്തിട്ടുകൊണ്ട് കാറിൽ കയറ്റുന്ന ആൾക്കാർ ആരാണ് എന്ന് കേട്ടണം, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാൻ, അതിനകത്ത് അങ്ങയുടെ അഭിപ്രായം എനിക്ക് ആഗ്രഹമുണ്ട്. ആ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതേപോലെ തന്നെ അങ്ങ് പറഞ്ഞു ശബരിമല പ്രക്ഷോഭം ഞങ്ങൾ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന്. ശ്രീ ജോർജ് പൊടിപ്പാറ, കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സംഘപരിവാർ പ്രവർത്തകർ, BJP പ്രവർത്തകന്മാർ ഇന്ന് കോടതി വരാൻ തന്നെയാണ്. BJPയുടെയും RSSന്റെയും നേതാക്കന്മാർ ലോഡ് കണക്കിന് കേസ് തലയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. എത്ര ദിവസം ഈ ഭരണകൂടം കെ സുരേന്ദ്രനെ കേരളം മുഴുവൻ കൊണ്ടു നടന്നു? എന്തെല്ലാം തരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു? എത്രയോ മനുഷ്യന്റെ വീട് രാത്രി ചവിട്ടിപ്പൊളിച്ച് കയറി എത്രയോ പാവപ്പെട്ടവരെ പിടിച്ചുകൊണ്ടുപോയി. എന്തെല്ലാം മർദ്ദനങ്ങൾ അഴിച്ചു വിട്ടു. എത്ര മനുഷ്യരെ തല്ലിച്ചതച്ചു. അപ്പോ ഞങ്ങൾ ഹൈജാക്കൽ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ശബരിമല പ്രക്ഷോഭ സമരത്തിൽ ആത്മാർത്ഥതയോടെ പങ്കെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനവും അല്ലെങ്കിൽ പങ്കെടുത്ത പ്രസ്ഥാനങ്ങൾ ഏതാന്നുള്ളത് ഈ നാടിന്റെ ജനങ്ങൾക്കറിയാം, ശബരിമല വിശ്വാസികൾക്കറിയാം. അതിന് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അപ്പോ രണ്ടാമത്തെ കാര്യം, ജിൻഡോ ജോൺ പറഞ്ഞ എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടിയെ KM ഷാജി മതമാണ് പ്രശ്നം. 10 വർഷം നഷ്ടപ്പെട്ട
ആനുകൂല്യങ്ങൾ പിടിച്ചെടുത്ത് സമുദായത്തിന് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അധികാരം പിടിച്ചെടുക്കേണ്ടത് എന്ന് പറഞ്ഞ KM ഷാജിയെ ഒരു വാക്ക് കൊണ്ടുപോലും നിങ്ങൾ നോവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ക്രിമിനൽ കേസിൽ പ്രതി, വെള്ളാപ്പള്ളി നടേശൻ തട്ടിപ്പുകാരൻ, എന്തേ ഈ തരത്തിൽ പ്രസംഗിച്ച ഒരാളെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല? നിങ്ങളുടെ കൂട്ടുകാരൊക്കെയാണ്? ജമാഅത്ത് ഇസ്ലാമി അല്ലേ, PFI അല്ലേ, SDP അല്ലേ? ഈ നാട്ടിലെ മുസ്ലിം സമൂഹത്തെ മുഴുവൻ ഈ പറഞ്ഞ വർഗീയ സംഘടനകൾക്ക് അട്ടിപ്പേര് കൊടുത്തേക്കുവാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ തൊഴുത്തിലൊന്നും കേരളത്തിലെ മതേതര മുസ്ലിം സമൂഹത്തിനെ, ദേശീയ മുസ്ലിങ്ങളെ കൊണ്ടുകെട്ടാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. ആ വഴി നിങ്ങൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും അവർ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ഈ നാടിൽ വിതച്ചുകൊണ്ടിരിക്കുന്ന വർഗീയത, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷലിപ്തമായ വാക്കുകൾ, നിങ്ങളുടെ നേതാക്കന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളെല്ലാം കാണുന്നുണ്ട്. മുസ്ലിം ലീഗ് എന്തൊരു മതേതര പാർട്ടിയാ? അധികാരം കിട്ടിയ സമയത്ത് പച്ചബോർഡ് വെക്കാൻ ശ്രമിച്ചവരല്ലേ? അധികാരം കിട്ടിയ സമയത്ത് അവരുടെ രാഷ്ട്രീയ ചിഹ്നം ചോദ്യപേപ്പറിൽ അടിക്കാൻ ശ്രമിച്ചവരല്ലേ? വിളക്ക് കത്തിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയി നിന്നവരല്ലേ? ഇവർക്കാണോ മതേതര നിലപാടുള്ളത്? അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയേണ്ടത്. പിന്നെ വീണ്ടും ശ്രീകുമാർ മനയിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, അഭിലാഷ്, ഇതിനകത്ത് RSS ഒരു അജണ്ടയും ഇല്ല. RSSഉം NSSഉം അങ്ങേറ്റം ഐക്യത്തോടെ പോകുന്ന സംഘടനയാണ്. ഞങ്ങളെ ഒരു വാക്ക് കൊണ്ട് പോലും RSS എന്ന് പറയുന്ന സംഘടനയെ വിമർശിക്കാൻ ശ്രീ സുകുമാരൻ നായർ സാർ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പത്രസമ്മേളനത്തിൽ തയ്യാറായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? NSSന്റെ പ്രഖ്യാപിത നിലപാട് സമദൂരം എന്ന നിലപാടാണ്. ആ സമദൂരം എന്ന നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് അതിനകത്തൊരു രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നു. സഹകരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾ പരസ്പരം സഹകരിക്കും. ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി എന്താണ്? അദ്ദേഹം പറഞ്ഞത് എന്താണ്? സുകുമാരൻ നായർ എന്ന് പറയുന്ന ആരാധനായിട്ടുള്ള NSSന്റെ ജനറൽ സെക്രട്ടറി വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇത് ഞങ്ങളുടെ അജണ്ടയേ അല്ല. NSSഉം SNDPയും അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ഹൈന്ദവ സമൂഹം തമ്മിൽ ഒന്നിക്കേണ്ടതും ഐക്യപ്പെടേണ്ടതും കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് തോന്നിയത് ആ സമുദായങ്ങൾക്കാണ്. SNDPയെയും NSSനെയും കീഴ്പ്പെടുത്തി അധികാരത്തിൽ അല്ലെങ്കിൽ പിടിച്ചെടുക്കാനൊന്നും RSS ശ്രമിക്കുന്നില്ല. 100 വർഷമായിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിച്ച സംഘടനയ്ക്ക് ഈ രാജ്യത്ത് മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. അത് ദേശീയതയിലൂന്നിയ ലക്ഷ്യമാണ്. ഈ രാജ്യത്തിന്റെ പരവൈഭവമാണ്. അതിനാണ് RSS പ്രവർത്തിക്കുന്നത്. അല്ലാതെ സമുദായ സംഘടനയെ പിടിച്ചെടുക്കുന്നത് RSSന്റെ നിലപാട്, അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് RSSന്റെ BJPയുടെ നിലപാട്. ഓക്കെ, ശ്രീ ജോർജ് പൊടിപ്പാറ, നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, 2016 തെരഞ്ഞെടുപ്പിലാണ് BDJS ആദ്യം മത്സരിക്കുന്നത്. BDJS ആദ്യം മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ NDAയുടെ വോട്ട് ഷെയറിൽ വർധനവുണ്ടായിരുന്നു. NDAയ്ക്ക് അതുവരെ കിട്ടിയ ഏറ്റവും ഉയർന്ന വോട്ട് ഷെയർ ആ തെരഞ്ഞെടുപ്പിലായിരുന്നു. അന്ന് കോൺഗ്രസിനാണ് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടായത്. SNDP സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈഴവ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് ആദ്യം BDJSലേക്ക് ചേക്കേറിയത്. അതിലെ ജനസാമാന്യം അപ്പോഴും LDFനൊപ്പമായിരുന്നു. പക്ഷേ BDJS എന്ന പരീക്ഷണം വിജയിച്ചില്ല. ഒരു സീറ്റ് വിജയിക്കുന്നതിലേക്ക് ഒരിടത്തും നയിച്ചിട്ടില്ല. നമുക്കറിയാം, ആ ബെൽറ്റ് നോക്കിയാൽ തന്നെ അറിയാം, ഏതെങ്കിലും ഈഴവ പ്രസൻസ് ഉള്ള മണ്ഡലങ്ങളിൽ BJPക്ക് അത്തരത്തിൽ വിജയിക്കാൻ അല്ലെങ്കിൽ NDAക്ക് അത്തരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് BDJS എന്ന് പറയുന്നത് ഏറെക്കുറെ ഇല്ലാതായ അവസ്ഥയിലായിരുന്നു. ആ BDJSന് ഊതി ജീവൻ വെപ്പിക്കാൻ സാധിക്കും വെള്ളാപ്പള്ളി നടേശന് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ പ്രസക്തി ഉള്ളതാണ്? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം, ഇപ്പോൾ ജിതിൻ്റെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടിയുണ്ട്. പക്ഷേ താങ്കളുടെ ചോദ്യമായിട്ട് വലിയ ബന്ധം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കല്ല. ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ. അതായത് NSSനെ SNDPയെയും വേർതിരിക്കുന്ന, അല്ലെങ്കിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും വേർതിരിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് NSS ഒരിക്കലും വർഗീയ നിലപാടുകൾ എടുക്കാറില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ അതല്ലെങ്കിൽ ഒരു സമുദായത്തെ അങ്ങനെ പച്ചയ്ക്ക് അപഹസിക്കാറില്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ സമീപകാല പ്രസ്താവനകളെല്ലാം ഈ പറഞ്ഞ വർഗീയതയുടെ വിഷം ചീറ്റുന്ന പ്രസ്താവനകളാണ്. മഞ്ചേരി പ്രസംഗമാവട്ടെ, അതിനുശേഷം നടത്തിയ പ്രസ്താവനകളും പ്രതികരണങ്ങളാവട്ടെ, എല്ലാത്തിലും മുസ്ലിം സമുദായത്തെ, അദ്ദേഹം മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം എയിം വെക്കുന്നത് ഒരു മുസ്ലിം വിരോധമാണ്, ഒരു മുസ്ലിം അതായത് ഒരു ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാൻ അദ്ദേഹം ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗം കൂടിയാണ് നേരത്തെ നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ളതിലേക്ക് ഇക്കുറി നമ്പൂതിരി മുതൽ നസ്രാണി വരെ എന്നൊരു പാഠഭേദം വരുത്തിയത് പോലും അതിൻ്റെ വ്യാപ്തി കൂട്ടി നസ്രാണിയെ കൂടി അതിലേക്ക് ചേർത്ത് നേരത്തെ ജിൻ്റെ തോണക്കത് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ ആ ഡിസൈൻ NSSന് മനസ്സിലായി. NSSനോടുള്ള എൻ്റെ ബഹുമാനം അതാണ്. അവർ സമുദായ താല്പര്യം പറയാറുണ്ട്, അവർക്ക് സാമുദായികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, അതിനുവേണ്ടി അവർ നിലകൊള്ളുകയും ചെയ്യും. പക്ഷെ വർഗീയത പറയാറില്ല. മാത്രമല്ല, താങ്കൾ പറഞ്ഞു ഈ പറഞ്ഞ ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഏകപക്ഷീയമായിട്ട് BJP മാത്രമല്ല ആ സമരം തുടങ്ങിയതാരാ?
ആദ്യഘട്ടത്തിൽ RSSന് പോലും ഒരു ശങ്കയുണ്ടായിരുന്നു. സുപ്രീം കോടതി വിധിയല്ലേ. പക്ഷേ NSSന് ഒരു ശങ്കയുണ്ടായില്ല, ഒരു ആശങ്കയുണ്ടായില്ല. അവരാണ് നാമജപ ഘോഷയാത്രയുമായിട്ട് സത്യത്തിൽ ആ യുവതീ പ്രവേശനത്തിനെതിരെയുള്ള സമരത്തിന് തുടക്കം കുറിച്ചത്. പിന്നീടാണ് BJPയും RSSും അതൊക്കെ ഏറ്റെടുത്ത്, UDF പോലും ഏറ്റെടുത്ത് പിന്നീടാണ്. അപ്പോൾ ആ സമരത്തിൽ ഒരു ഘട്ടത്തിൽ BJP അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചെടുക്കാൻ ശ്രമിച്ചു. അതിന് വഴങ്ങിയില്ല. അവരുമായിട്ട് ചേർന്ന് ഒരു സമരത്തിനും NSS തയ്യാറായില്ല എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. മാത്രമല്ല, നിങ്ങൾ മാത്രമല്ല അതിനകത്ത് കേസും പുക്കാറുമായിട്ട് നടക്കുന്നത്. ഈ പറഞ്ഞ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവരും UDFന്റെ സമരത്തിൽ പങ്കെടുത്തവരും എല്ലാം ഈ സമരത്തിൽ. ഈ നാട്ടിലെ അയ്യപ്പ ജ്യോതി നടന്നത് ആരാണ് സാർ? ഈ നാട്ടിൽ അയ്യപ്പ ജ്യോതി നടത്തിയത് ആരാണ് സാർ? അങ്ങനെ ഒന്നും പറയല്ലേ. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും NSSന്റെ സമീപനത്തിൽ അവരെപ്പോഴും ഈ സമദൂര സിദ്ധാന്തം എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ചില ശരിദൂരമൊക്കെ പറയുമ്പോഴും അങ്ങ് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഈ പറഞ്ഞ അദ്ദേഹം ചോദിച്ച ചോദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അഭിലാഷേ. അതായത് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് ഈ പറഞ്ഞ SNDPയിലേക്ക് പോകാവുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ BJPയിലേക്കൊക്കെ പോകാവുന്ന വോട്ടുകളുടെ സിംഹഭാഗവും ഇതിനകം പോയി കഴിഞ്ഞു. ഇനി പോകാൻ ബാക്കിയുള്ളത്, അതായത് സവർണ സമുദായങ്ങൾ, ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു. നമ്മളിപ്പോൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നായർ സമുദായത്തിൽ നിന്നാണ് RSSന്റെയും BJPയുടെയും അജണ്ടകൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ BJPക്ക് പിടിക്കാൻ കഴിഞ്ഞു. അപ്പം നമ്മളത് അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. നായർ സമുദായത്തിൽ നിന്ന് നല്ല തോതിൽ വോട്ട് ഇതിനകം തന്നെ BJPയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് ഈ പറഞ്ഞ നാടകം കൊണ്ട് അത്ര എളുപ്പം പോകുന്ന വോട്ടുകളുമല്ല. അത് ശങ്കർ സിമന്റ് പോലെയാണ്, കാലം തെളിയിച്ച കൂറാണ്. അതുകൊണ്ട് ഇനി കോൺഗ്രസിൽ നിന്ന് UDFിൽ നിന്ന് അങ്ങനെ വോട്ട് പോകാനില്ല. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ട കാഴ്ച എന്താ? ആ വോട്ടുകൾ പോയത്, അതായത് തിരുവനന്തപുരത്താകട്ടെ, ആറ്റിങ്ങലാവട്ടെ, ആലപ്പുഴയാകട്ടെ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കിയൊക്കെ SNDPയുടെ വലിയ ശക്തി കേന്ദ്രങ്ങളാണ്. ഇവിടെയെല്ലാം പരമ്പരാഗതമായിട്ട് ഇടതുമുന്നണിക്ക് വോട്ട് കിട്ടിയിരുന്ന സ്ഥലത്തെല്ലാം അവർ പരാജയപ്പെട്ടത് ആ വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്കും UDFിലേക്കും ധ്രുവീകരിച്ച് വന്നതുകൊണ്ടാണ്. മാത്രമല്ല, ആ വോട്ടുകൾ കാര്യമായിട്ട് BJPക്കും പോയിട്ടില്ല. കാരണം അല്ലെങ്കിൽ 14% അവരുടെ വോട്ട് ചുരുങ്ങുമായിരുന്നു. ഇടുക്കിയിൽ പോലും അവർക്ക് കാര്യമായൊരു വോട്ട് ഷെയർ കിട്ടിയില്ല. SNDPക്ക് വലിയ ശക്തിയുള്ള സ്ഥലമാണ്. ഈഴവ സമുദായം ഏറ്റവും പ്രബലമായൊരു ജില്ലയാണ് ഇടുക്കിയും കോട്ടയം ഒക്കെ. അവിടെ എന്തുകൊണ്ട് നേട്ടം ഉണ്ടായില്ല? അപ്പോൾ ഈ പറയുന്ന പോലത്തെ ഒരു കൂറന്ന് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിഷയം തന്നെയാണ് പ്രധാനം. ഈ സാമുദായിക ഐക്യത്തിനപ്പുറം ഈ പറഞ്ഞ പിണറായി സർക്കാരിനെതിരെയുള്ളൊരു വലിയ വികാരമുണ്ട്, ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. മടുത്തു ജനങ്ങൾ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പോരായ്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു ഭരണമാറ്റത്തിന് കേരളം ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യം. അപ്പോൾ എങ്ങനെയെങ്കിലും അതൊന്നും നടപ്പാക്കാതിരിക്കാൻ ഉള്ള ഒരു ഗ്രാൻഡ് ഡിസൈനാണ് RSSും BJPയും SNDPയും ചേർന്ന് നടപ്പാക്കിയത്. അതിലെ കുതന്ത്രം, അതിൻ്റെ പിന്നിലെ ദുരുദ്ദേശം ഇത്തിരി വൈകിയാണെങ്കിലും NSSനും സുകുമാരൻ നായർക്കും മനസ്സിലായി. അതുകൊണ്ട് ഇതിനകത്ത് അതിൽ തല വെച്ച് കൊടുക്കണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. സോ ഫാർ സോ ഗുഡ്. കേരള രാഷ്ട്രീയത്തിൽ NSSന് ഇപ്പോഴെടുക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനം അത് തന്നെയാണ്. ശരി, ഇവിടെ ശ്രീ ജേക്കബ് ജോർജ്, നമ്മൾ അപ്പോഴും കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ BJPക്ക് ഏറ്റവും കൂടുതൽ പെനിട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് നായർ വിഭാഗമാണ്. NSS സമുദായ സംഘടന എന്നുള്ള നിലയിൽ നിലപാടെടുക്കുമ്പോഴും BJPക്ക് കൂടുതൽ അനുയായികൾ ഉണ്ടായിട്ടുള്ളത് സമൂഹം എന്നുള്ള നിലയിൽ സവർണ സമൂഹങ്ങളിലാണ്. ഇപ്പോൾ CPMന്റെ വോട്ട് ബേസായ ഈഴവ സമൂഹത്തിലേക്കും BJPക്ക് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിനവർ SNDP യോഗത്തെ കൂടി ഒരു ടൂൾ ആക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ LDF UDF പോരാട്ടമാണ്. പലപ്പോഴും BJPയുടെ അല്ലെങ്കിൽ NDAയുടെ വോട്ട് ഷെയർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെർസ്പെക്റ്റീവിൽ കുറയാണ് ചെയ്യുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇതൊരു ബൈപോളാർ കോൺടെസ്റ്റായി, രണ്ട് മുന്നണികൾ തമ്മിലുള്ള കോൺടെസ്റ്റായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പിലെ സാമുദായിക ഇക്വേഷൻസ് വിധിയിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിഫലനം ഉണ്ടാക്കുന്ന ഒന്നായി മാറുമോ എന്ന് തോന്നുന്നു? അല്ല, ഇതിനകത്ത് ശരിക്കും സമുദായങ്ങൾ, സമുദായ വോട്ട്, പ്രത്യേകിച്ച് നായർ ഈഴവ വോട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ വിസിബിളായിട്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ്, നേരത്തെ പൊടിപ്പാറ പറഞ്ഞ പോലെ തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ട് ഈവൻ കോട്ടയം ജില്ലയിൽ പോലും, കോട്ടയം ജില്ല, ഏറ്റുമാനൂർ അതുപോലെയുള്ള ചില കേന്ദ്രങ്ങളിൽ പോലും ഈഴവ വോട്ട് ശരിക്കും അത് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ വെള്ളാപ്പള്ളി അത് അങ്ങ് തുറന്നു പ്രകടിപ്പിച്ചു.
വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് ഉണ്ടായ തെറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം മുസ്ലിങ്ങളെ അങ്ങ് വല്ലാതെ കണ്ടങ്ങ് അപലപിച്ചു. വല്ലാത്തൊരു തരത്തിൽ BJPക്കാർ പോലും ചെയ്യാത്ത തരത്തിൽ വെള്ളാപ്പള്ളി നടേശനെ അതങ്ങ് ഏറ്റെടുത്തു. ഒരു മുസ്ലിം വിരോധം, മുസ്ലിം പ്രചാരണം അദ്ദേഹം ഏറ്റെടുത്തു. ഇത് ബഹുമാനപ്പെട്ട സുകുമാരൻ നായർക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഈ ലക്ഷ്യം അന്നേ മനസ്സിലാക്കാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ദുഷ്ടലാക്ക് അന്നേ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ വിരോധങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഒരു വലിയ അജണ്ട BJPക്ക് കേരളത്തിൽ ഒരു മുന്നേറ്റം വേണം. അതിനുവേണ്ടി അവർ നടത്തുന്ന ചില നീക്കങ്ങൾ, അത് തീർച്ചയായിട്ടും അത് വർഗീയതയാണ്. അതിനകത്ത് വർഗീയതയുണ്ട്. ആ വർഗീയത എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരോധമാണ്. ആ മുസ്ലിം വിരോധം തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഏറ്റുപിടിക്കുമ്പോൾ അതിൻ്റെ അപകടം കാണേണ്ടതായിരുന്നു സുകുമാരൻ നായർ. അത് അദ്ദേഹം കണ്ടില്ല. പിന്നീട് ബഹുമാനപ്പെട്ട നമ്മുടെ ജിതിൻ ദേവ് പറഞ്ഞു മുസ്ലിം സമുദായം, മുസ്ലിം വർഗീയത എന്നൊക്കെ. ഞാൻ ഒരിക്കലും മുസ്ലിം സമുദായത്തെയും മുസ്ലിം ലീഗിനെയും വർഗീയതയുമായിട്ട് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ശരിയല്ല എന്നാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഇവിടെ ഞാൻ പറയട്ടെ, SDPI പോലെ ഒരു പാർട്ടി, PFI കോഴിക്കോട്ടോ മലപ്പുറത്തോ എവിടെയെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ചാൽ, ഒരു പഞ്ചായത്തിൽ മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് കിട്ടുമോ? ബഹുമാനപ്പെട്ട ജിതിൻ ദേവ്, കിട്ടത്തില്ല. കാരണം ലീഗ് അവിടെ ശക്തമാണ്, ശക്തി ദുർഗമാണ്. ലീഗ് അവിടെ ശക്തി ദുർഗമാണ്. ലീഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, KM ഷാജിയുടെ സ്റ്റേറ്റ്മെന്റിനെ ഈ വേദിയിൽ ഇവിടെ ഇരുന്ന് ഈ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് തന്നെ ഞാൻ 2-3 തവണയെങ്കിലും അപലപിച്ചിട്ടുണ്ട്. KM ഷാജി പറഞ്ഞത് ഒരു രാഷ്ട്രീയ നേതാവ് പറയേണ്ടതായിരുന്നില്ല. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് അതുപോലെയുള്ള വർത്തമാനം പറയരുത്. ഒരിക്കലും അതുപോലുള്ള വർത്തമാനം പറയരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവിടെ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് അത് വേറെ അജണ്ട വെച്ചിട്ടാണ്, അത് രാഷ്ട്രീയ അജണ്ട വെച്ചിട്ടാണ്. ഒരൊറ്റ വാചകം കൂടെ ഞാൻ പറയട്ടെ അഭിലാഷേ, ഇവിടെ ഈ 2 സമുദായങ്ങളുടെ മനസ്സ് നോക്കുകയാണെങ്കിൽ നിർമ്മലമായ മനസ്സുള്ളത് NSSനാണ്, നായർ സമുദായത്തിനാണ്, നായർ സമുദായ നേതൃത്വത്തിനാണ്. അതുകൊണ്ടാണ് അവർക്ക് നിർമ്മലമായ ഒരു തീരുമാനം, ശക്തമായ ഒരു തീരുമാനം, BJPക്കെതിരെ അത് മുമ്പ് എടുത്ത തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷേ. സംഘടനകളുടെയൊക്കെ നിലപാട്, അതായത് സമുദായത്തിലെ ആളുകളുടെ നിലപാടായി കാണേണ്ട കേട്ടോ. അതൊക്കെ സംഘടനാ നേതൃത്വത്തിന്റെ നിലപാട് മാത്രമാണ്. സമുദായം എന്ന് പറയുന്നത് സമുദായത്തിലെ മനുഷ്യരാണ്. അവർ അവരവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ രാഷ്ട്രീയവും അവരുടെ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കും. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞല്ലോ, എടുത്തല്ലോ. ശരി, ആ സംഘടനയുടെ തീരുമാനം എന്നുള്ള നിലയിൽ കാണണം. ശ്രീ CK വിദ്യാസാഗർ, ഇന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എന്നെ മുസ്ലിം വിരോധി എന്ന് പറഞ്ഞ് കത്തിച്ചാൽ ഞാൻ കത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പ്രശ്നം സമുദായത്തോടുള്ള ലീഗിനോടാണ്. ലീഗ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി ഞങ്ങളെ ചതിച്ചു. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, മുമ്പ് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ഇതുവരെ സക്സസ് ആവാതിരുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരീക്ഷണം കടുത്ത മുസ്ലിം വിരുദ്ധ നിലപാടെടുത്താൽ സക്സസ് ആവുമോ? അത് സമുദായത്തിൽ വേര് പിടിക്കുമോ? എന്ത് തോന്നുന്നു? അത് സമുദായത്തിൽ ആ ടാക്ടിക്സ് സമുദായത്തിൽ വേര് പിടിപ്പിക്കുക വെള്ളാപ്പള്ളി നടേശന് അത്ര എളുപ്പമല്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള ഈ പൊളിറ്റിക്കൽ കാലാവസ്ഥയിൽ എങ്ങനെ തൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക, തൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ, സെൽഫ് ഡിഫെൻസാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അജണ്ട. അതിന് മാത്രം വലിയ പ്രശ്നങ്ങളുടെ അരക്കില്ലത്തിലാണ് അയാൾ വെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് അയാൾക്ക് എങ്ങനെ മോചനം, ആര് കൊടുക്കും, ആര് സംരക്ഷിക്കും എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ യാതൊരു ആത്മാർത്ഥതയില്ലായ്മയും അദ്ദേഹം ഈ പഴ്സ്യൂ ചെയ്യുന്ന ഈ നയങ്ങൾ, ഈ പ്രഖ്യാപനങ്ങൾ, ഈ കപട സമുദായ സ്നേഹം, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഓവർ ദി ഇയേഴ്സ് ഈ സമുദായം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഈ സമുദായത്തെ വലിയ അളവിൽ ചൂഷണം ചെയ്യുന്ന ഒരു കുടുംബമായിട്ട് വെള്ളാപ്പള്ളിയുടെ കുടുംബം മാറിയിരിക്കുകയാണ്. SNDP യോഗവും SN ട്രസ്റ്റും എന്നൊക്കെ പറയുന്നത് ഈ സമുദായത്തിന് നഷ്ടപ്പെട്ട് കുടുംബ സ്വത്താക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതെല്ലാം സംരക്ഷിച്ച് നിർത്തണം. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കേസുകളിൽ നിന്ന് അദ്ദേഹത്തിന് സംരക്ഷണം ഉണ്ടാകണം. നാളുകളിൽ ആ സംരക്ഷണം എങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ കഴിയും എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന നിലപാട് എന്നതിനപ്പുറം ഇതിലൊന്നും യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്ന് ഈ കേരള സമൂഹത്തിലെ വിവരമുള്ള സകല മനുഷ്യന്മാർക്കും അറിയാം.
ഈഴവർക്ക് ശരിക്കറിയാം. പണ്ടൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അത്ര വിശ്വസനീയമായിരുന്നില്ല. ഇന്നിപ്പോൾ ഓവർ ദി ഇയേഴ്സ് ഈ സമുദായത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ആരോ പറഞ്ഞതുപോലെ അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെയൊക്കെ UDF-ൻ്റെയൊക്കെ MLA-മാരിൽ ഈഴവരുടെ എണ്ണം സാമാന്യം ഭേദപ്പെട്ട നമ്പർ ഉണ്ടായിരുന്നു. അദ്ദേഹം ജാതി പറഞ്ഞ് അവസാനത്തെ ഇലക്ഷനിൽ അതിൻ്റെ എണ്ണം 1 എടുക്കാനാണ് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നത്. ഇവിടെ വിവിധ സമുദായങ്ങളിലെ അപ്പോൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നല്ല ഈഴവർക്ക് പോലും ഒരു പൊതുസമൂഹത്തിൽ ഈ വെള്ളാപ്പള്ളി പടച്ചുവിടുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി വളരെ ദൂഷ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യതയിലേക്ക് സമുദായ അംഗങ്ങളെ വളർത്തിവിടുക എന്നുള്ളതാണ് SNDP യോഗത്തിൻ്റെ ഒരു ലക്ഷ്യമാകേണ്ടത്. മറിച്ച് പൊതുസമൂഹത്തിൽ തന്നെ അദ്ദേഹം ഈഴവർക്ക് ചുറ്റും ഒരു വലിയ വേലി കെട്ടിയിരിക്കുകയാണ്. അപ്പം എല്ലാവരും നോക്കുമ്പോൾ അതൊരു വെള്ളാപ്പള്ളി ബ്രാൻഡാണ് എന്ന രീതിയിലേക്ക് പൊതുസമൂഹത്തിൽ ആളുകൾ ഈഴവരെ മനസ്സിലാക്കുകയാണ്. ഈഴവരുടെ നല്ല നേതാക്കളെ പോലും ആ രൂപത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ്. അത് സമുദായത്തിനും വളരെ ദോഷം ചെയ്യും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾ പരിശോധിച്ചോളൂ. എനിക്ക് തോന്നുന്നു പലയിടത്തും ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയും അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഒക്കെ ഉള്ള പ്രദേശത്ത് ഈഴവരായിട്ട് നിന്ന് മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഇവൻ വെള്ളാപ്പള്ളി മോഡലാണ് എന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെ ഒരു പ്രചരണം അടിച്ചു വിട്ടാൽ ആ സമുദായങ്ങൾക്ക് അത് അരോചകമായി തോന്നുകയാണ്. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യതയിലേക്ക് സമുദായങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഫുട്ബോളായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു പ്രസ്ഥാനം ഇന്ന് ആ സമുദായത്തിന് ചുറ്റും വേലി കെട്ടി ആ സമുദായത്തെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ആ സമുദായത്തിലെ നേതൃസ്ഥാനത്തേക്കൊക്കെ വളർന്നു വരുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തിന്റെ ഈ നിലപാട് വിനാശകരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഈ സമുദായത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം. ഈ സമുദായത്തിന്റെ സമ്പത്ത് കവർന്നെടുക്കുന്നു എന്നുള്ള ആരോപണം അതവിടെ കിടക്കട്ടെ, അതിലും വലിയ ദ്രോഹമാണ് ഇന്ന് അദ്ദേഹം സമുദായത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേള വേണം, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ ജിൻഡോ ജോൺ, നേരത്തെ ഇവിടെ BJP ഉന്നയിച്ച ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കുന്നവരാണ് നിങ്ങൾ എന്ന ആരോപണത്തിനുള്ള മറുപടി ചുരുക്കി. അല്ല അഭിലാഷ്, ഞാൻ അദ്ദേഹം പറഞ്ഞാൽ ഒരു തെറ്റുണ്ട്. ഒന്ന്, കാന്തപുരം ഉസ്താദിൻ്റെ സമ്മേളനത്തിൻ്റെ സമാപന വേദിയിൽ VD സതീശൻ പ്രസംഗിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഇരട്ടത്താപ്പ് നയത്തിനെതിരെയാണ്. അല്ലാതെ വെള്ളാപ്പള്ളി നടേശനെ അല്ല വിമർശിച്ചത്. വെള്ളാപ്പള്ളി നടേശനെ അതിനു മുമ്പും അതിനുശേഷമൊക്കെ വിമർശിച്ചിട്ടുണ്ട്. അന്ന് ആ വേദിയിൽ പ്രസംഗിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇരട്ടത്താപ്പിനെതിരായിട്ടുള്ള പ്രസംഗമാണ്. അത് കേട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. BJP-ക്കാർക്ക് അത് മനസ്സിലാകാത്തത് നമ്മുടെ കുറ്റമല്ല. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജിതിൻ ദേവ, കേരളത്തിൽ സ്വർണ്ണക്കൊള്ള നടന്നല്ലോ. ശബരിമല ശാസ്താവിന്റെ സ്വർണം കൊള്ളയടിച്ച കേസിൽ സഖാക്കന്മാരടക്കമുള്ള ആളുകൾ ജയിലിൽ കിടപ്പുണ്ട്. അതിന്റെ കാരണക്കാർ കേരളത്തിലെ മുസ്ലിങ്ങളോ മുസ്ലിം ലീഗോ അല്ലല്ലോ. പക്ഷെ നിങ്ങൾ സമരം ചെയ്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്കാണ്. എന്നിട്ട് പോലും ഈ സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന പിണറായി വിജയന്റെ ഓഫീസിലേക്ക് ഒരു സമരം നടത്താൻ പറ്റാത്ത നിങ്ങൾ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ ധ്രുവീകരണത്തിന്റെ മറ പറ്റിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ വ്യാമോഹമാണ്. ഇനി KM ഷാജിയുടെ വർത്തമാനത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. KM ഷാജി അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാൾ, അയാളുടെ സ്വത്വബോധത്തിൽ നിന്നാണ് ആ വാക്കുകൾ വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പോലും അയാൾ മറ്റേതെങ്കിലും ഒരു സമുദായത്തെ ദ്വേഷിക്കുകയോ വിദ്വേഷം പറയുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടില്ല. വർഗീയത എന്ന് പറഞ്ഞാൽ മറ്റൊരു സമുദായത്തെയോ മതത്തെയോ ദ്വേഷിക്കുകയോ വിദ്വേഷം പറയുകയും ചെയ്യുന്നതാണ്. അല്ലാതെ സ്വന്തം സമുദായത്തിന് വേണ്ടിയിട്ട് അത്തരം സ്വത്വബോധമുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത് വർഗീയതയാവില്ല. അങ്ങനെയാണെങ്കിൽ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും സ്വന്തം സമുദായത്തിന് വേണ്ടി പറയുന്നതൊക്കെ വർഗീയത ആവണ്ടേ? അങ്ങനെയല്ലല്ലോ. മറ്റ് മതങ്ങളെയും സമുദായത്തെയും ദ്വേഷിക്കുന്നതാണ് വർഗീയതയായിട്ട് കണക്കാക്കേണ്ടത്. ഇനി അടുത്തത്, ലീഗ് മതേതര പാർട്ടിയാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ലീഗ് മതേതര പാർട്ടിയാണെന്ന്. കാരണം ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ നിങ്ങൾ അടിച്ചു തകർത്തപ്പോൾ കേരളത്തിന്റെ മിനാരങ്ങൾ തകരാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന പ്രസ്ഥാനത്തിന്റെ പേരാ മുസ്ലിം ലീഗ്. നിങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് കേരളത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പതിറ്റാണ്ടുകളായിട്ട് കേരളത്തെ ഭിന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മതേതര കേരളത്തിന്റെ ഓരം പറ്റിക്കൊണ്ട് കൈകോർത്ത് പിടിക്കുന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ പേരാ ലീഗ്. അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല. അത് RSSന്റെ ആലയിൽ പടച്ചെടുക്കുന്ന BJP-ക്കാർക്ക് മനസ്സിലാകില്ല. ശരി, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയവുമായിരിക്കുന്നു. ഇനി ജിതിൻ ദേവിന് പ്രതികരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് കാലവിനെ ചർച്ച ചെയ്യാൻ. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.